ശ്രീ എൻ ശ്രീകുമാർ, കുറച്ച് നാൾ മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ വാക്കുകൾ, നമ്മുടെ സർക്കാർ സ്കൂളുകൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ തോറ്റുപോകുന്ന വിധത്തിൽ ഒരുക്കിയെടുക്കുമെന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഈ തേവലക്കര സ്കൂളിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുകയാണ്. അപ്പോൾ ഒന്നോ രണ്ടോ സ്കൂളുകൾ അല്ലെങ്കിൽ വളരെ കുറച്ച് സ്കൂളുകൾ കിഫ്ബിയുടെ ഫണ്ടൊക്കെ ഉപയോഗിച്ച് മുഖം മിനുക്കി ഇതാണ് കേരളത്തിൽ നടക്കുന്നത്, പൊതുവിദ്യാഭ്യാസ മേഖല ഇത്രത്തോളം സമ്പന്നമായിരിക്കുന്നു എന്നൊക്കെ വീമ്പിളക്കുന്നു എന്ന് വേണം ഒരുപക്ഷെ അനുമാനിക്കാൻ. ഈ തേവലക്കര സ്കൂളിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. CPM-ന്റെ ഭരണസമിതി ഉള്ളതാണ്. അവിടെ എന്ത് വികസനമാണ് ആ സ്കൂളിൽ നടന്നിട്ടുള്ളത് എന്ന് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം. മറ്റൊന്ന്, വലിയ മികവ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിരിക്കുന്നു എന്നാണ് CPM-ന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. അങ്ങേക്ക് പ്രതികരിക്കാം. എന്നൊക്കെ ശ്രീമതി നീലിമ, എനിക്കൊരു പക്ഷമുള്ള പത്രപ്രവർത്തകനാണ്, സംശയമില്ല. അത് നീലിമയ്ക്ക് നന്നായിട്ടറിയാം. കോൺഗ്രസ് പക്ഷമുള്ള ഒരു കോൺഗ്രസ് സഹയാത്രികൻ എന്നാണ് എന്നെ സാധാരണ കാണിക്കാറുള്ളത്. അപ്പം ഞാൻ കോൺഗ്രസ് നേതാവൊന്നുമില്ല, ഉല്ലാസം ഞാൻ നമ്മൾ അടുത്ത സുഹൃത്തുക്കൾ, അത് വേറെ വിഷയം. പക്ഷേ ഞാൻ പക്ഷമുള്ളൊരു പത്രപ്രവർത്തകനാണ്, സംശയമൊന്നുമില്ല. കോൺഗ്രസ് പക്ഷമുള്ള പത്രപ്രവർത്തകൻ, അത് പറഞ്ഞിട്ട് ഞാൻ പങ്കെടുക്കാറുള്ളൂ. അത് നീലിമയ്ക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഞങ്ങൾ സുഹൃത്തുക്കളെ, അതായത് ഇവിടെ 2-3 കാര്യങ്ങൾ കോൺഗ്രസിന്റെ ആളാണെന്ന്. ഓക്കെ, അദ്ദേഹം പറയട്ടെ, കാര്യത്തിലേക്ക് വരാം നമുക്ക്. അല്ല, ഈ സാധാരണ അതെ, അതായത് നമ്മൾ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇവിടെ നീലിമ നേരത്തെ ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ പരസ്യത്തിലേക്ക് പോയതുകൊണ്ട് രാജീവ് ഗാന്ധിയെക്കുറിച്ച് ചോദ്യം ചോദിച്ചു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചു. അതെ, രാഹുൽ ഗാന്ധി ആ കത്തിന് ഒരു പ്രതികരണം ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. 2 കാര്യത്തിലുണ്ടാകണം. ഒന്ന്, അദ്ദേഹം അക്കാലത്ത് കോൺഗ്രസിൻ്റെ സമ്പന്ന നേതാവായിരുന്നു, പ്രതിപക്ഷത്തെ ഏകോപിപ്പിച്ചിരുന്ന ദേശീയ നേതാവായിരുന്നു. 2, അദ്ദേഹം വയനാട് എന്ന മണ്ഡലത്തിലെ ഒരു MP ആയിരുന്നു. ആ നിലയ്ക്കാണ് മുഖ്യമന്ത്രി കത്തയച്ചത്. പക്ഷേ ഇവർക്ക് എന്താ മറുപടി കൊടുക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ, ഇവരെപ്പോഴും CPM എപ്പോഴും പറയുന്നത് കേരളത്തിലെല്ലാം ശരിയാണെന്നാണ്. അപ്പം ശരിയായ ഒരു സംഗതിയിൽ ഇങ്ങനൊരു കാര്യം ചോദിക്കുമ്പോൾ ഹലോ അങ്ങ് പറയുന്നത് കേൾക്കാം. ആരോ സംസാരിക്കുന്നുണ്ട് അതിനിടയ്ക്ക്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അങ്ങനെ രാഹുൽ ഗാന്ധി അങ്ങനെ, അപ്പൊ ഇവരെല്ലാം ശരിയായി എന്ന് പറയുമ്പോൾ പിന്നെ ശരിയായ കാര്യത്തിന് പിന്നെ എന്തിനാണ് അവർ ഉത്തരം നൽകുന്നതെന്ന ഒരു ചോദ്യം. 2-മത്തെ കാര്യം, ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ കുറഞ്ഞു. നമ്മുടെ CPM തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാവുന്ന കാര്യമാണ്. പൊതുവിദ്യാഭ്യാസത്തിൽ കുട്ടികൾ കുറഞ്ഞു. അവർ സ്വകാര്യ സ്കൂളിലാണ് കൂടുതൽ പോകുന്ന, തർക്കമൊന്നും ഇല്ലാത്ത കാര്യമാണ്. അത് നേതാക്കളുടെ മക്കൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ വിഷയം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ എന്തുകൊണ്ടാണ്, അതായത് അമിതമായ രാഷ്ട്രീയവൽക്കരണം കേരളത്തിൽ ഇപ്പോൾ നടക്കുകയല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭരണം നിശ്ചലമാകുന്ന ഒരവസ്ഥ വരുമ്പോൾ ഉദ്യോഗസ്ഥ മേധാവിത്വം സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ അവർ കാര്യങ്ങൾ തീരുമാനിക്കും. ഇപ്പം നോക്ക്, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് വർത്തമാനകാല രാഷ്ട്രീയമാണ്. 10 വർഷത്തെ കേരള ഭരണത്തിൽ നടന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് മുമ്പുള്ള ഒരു വർഷത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാലം മാറി, പരിഷ്കാരങ്ങൾ മാറി, അതുപോലെ തന്നെ സംവിധാനങ്ങളുടെ ശക്തിയും മാറിപ്പോയി, പുരോഗമനം കൂടുതലുണ്ടായി. അപ്പോൾ അങ്ങനെ സിസ്റ്റത്തിലൊക്കെ പുരോഗതി വരുമ്പോൾ അന്നിങ്ങനെ സംഭവിച്ചില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഡിജിറ്റൽ യുഗമാണ് ഇപ്പോഴ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അരക്ഷിതാവസ്ഥയെക്കുറിച്ച്. ശരിക്കും ഈ കർക്കിടക മാസം ഇന്ന് 1-ാം തീയതിയാണ്. ഒരു കർക്കിടക മാസ സർക്കാർ എന്ന് വേണമെങ്കിൽ ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ വിളിക്കാം. കാരണം പഞ്ഞമാസം, ദാരിദ്ര്യം, ഖജനാവിലൊന്നുമില്ല, ഭരണം പഞ്ഞം, എല്ലാത്തിലും ബുദ്ധിമുട്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു കർക്കിടക സർക്കാർ എന്ന് വേണമെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ വിളിക്കാം. ഇവിടെ ശ്രീ ഉല്ലാസ് ഒരു കാര്യം എന്നോട് പറഞ്ഞു, BD സതീശൻ എന്ത് ചെയ്യുന്നു. BD സതീശൻ എന്ത് ചെയ്തു എന്നതിൻ്റെ തെളിവ് ഞാൻ പറയണ്ട. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്ട്, നിലമ്പൂരിലെ BJPയുടെ കാര്യവും ഞാൻ പറയുന്നില്ല. പക്ഷേ 1-ാം പിണറായി ഗവൺമെൻറ് കാലത്ത് BJPക്ക് ഒരു MLA ഉണ്ടായിരുന്നു, നമ്മുടെ രാജേട്ടൻ രാജഗോപാൽ. അദ്ദേഹം അന്ന് വോട്ട് ചെയ്തത്, സ്പീക്കർ സ്ഥാനത്ത് വോട്ട് ചെയ്തത് CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീരാമകൃഷ്ണനാണ്. രാമനും കൃഷ്ണനും ഏകാത്മഭാവത്തിൽ ജന്മമെടുത്തുള്ള ദേവാലയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ എന്തോ ഒരു ഭാഷ, ഒരു വിശേഷണം പുള്ളി ഉപയോഗിച്ചു.
എന്തായാലും വി ഡി സതീശൻ അസംബ്ലിയിൽ പോയിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത വി ഡി സതീശനും കൂട്ടരും അസംബ്ലിയിൽ പോയിട്ട് പിണറായി വിജയനെതിരെ എതിരെ നടത്തിയ പോരാട്ടത്തിന്റെ ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് അവസാനം നിലമ്പൂർ വന്നത്. അവിടെ ബി ജെ പി എന്താ ആദ്യം ആലോചിച്ചത് വേറെ. ആ വിജയത്തിന്റെ ക്രെഡിറ്റ് ഒക്കെ ആരൊക്കെ അവകാശപ്പെട്ടു എന്നത് നമ്മുടെ പൊതുമണ്ഡലത്തിലുണ്ട്. വി ഡി സതീശൻ പിണറായി വിജയന്റെ ഒക്കച്ചങ്കം തന്നെയാണ്.